ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്കൊരു പാട്ട് പാടാം. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 29 1 വാക്യം നമുക്ക് വായിക്കാം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. അവിടെ പറയുന്നു ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പേ യഹോവ ആരെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ യഹോവ സൃഷ്ടാവായ ദൈവമാണ്. പക്ഷികളെയും മൃഗജാതികളെയും ഇഴജാതികളെയും സർവ്വചരാചരങ്ങളെ യഹോവയായ ദൈവം സൃഷ്ടിച്ചിട്ട് അവയെ നോക്കിയിട്ട് യഹോവ പറഞ്ഞു നല്ലതെന്ന്. യെശയ്യാ പ്രവചനം 40 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ യഹോവ നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ എന്ന് പറയുന്നു. യെശയ്യാ പ്രവചനം 37 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാണ്. യിരെമ്യാ പ്രവചനം 23 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യെശയ്യാ പ്രവചനം 33 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ പറയുന്നു, യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. ഇന്ന് പകൽക്കാലം കൂടുതലായി നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്ന യഹോവയെ കുറിച്ചാണ്. യഹോവ ആരാണെന്ന് ഈ വാക്കുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനിയും അനേക വചനങ്ങൾ യഹോവ ആരെന്നുള്ളതും ദൈവവചനത്തിലുണ്ട്. നമുക്ക് പരിശോധിക്കാം യഹോവ നമ്മളെ രക്ഷിക്കുമോ എന്ന്. ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വയും പാപം ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഏദൻ എന്ന തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ രക്ഷിപ്പാനായി പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ തീരുമാനിച്ചതായിട്ടാണ് തിരുവചനം, അതായത് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 5 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന്. ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യവർഗവും പാപികളായി തീർന്നു എന്നാണ് അവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തു എന്ന ഏകനിൽ കൂടെ പിതാവായ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ യഹോവയായ ദൈവം തീരുമാനിക്കുന്നു. 1 യോഹന്നാൻ 3 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കണ്ണീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മക്കളാക്കുവാൻ, ദൈവത്തോട് നമ്മളെ നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതിനായി ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെയാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. യേശുവിനെയാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. കൊലോസ്യ ലേഖനം 2 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ ദൈവത്തോട് മനുഷ്യവർഗത്തെ നിരപ്പിച്ചു എന്ന് പറയുന്നു. യേശു ക്രിസ്തുവാണ് ആ നിരപ്പിച്ചത്, നിരപ്പിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ മനുഷ്യരായ നാം ആ സൗഭാഗ്യത്തെ തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ദൈവവചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച്. നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടണം.
അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന്. ഇതെങ്ങനെ നമുക്ക് സാധ്യമായി തീരും? റോമാലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരാൻ കഴിയും, നാം രക്ഷിക്കപ്പെടുമെന്ന്. ഇതെല്ലാം നമ്മിൽ നടക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഇപ്രകാരം നമ്മളെ രക്ഷിച്ച ദൈവത്തിനാണ് നമ്മളും സങ്കീർത്തനം 29-ന്റെ 1-ാം വാക്യത്തിൽ വായിച്ചതുപോലെ, ദൈവപുത്രന്മാരെ ദൈവത്തിന് കൊടുപ്പീൻ. റോമാലേഖനം 8-ന്റെ 15, 16, 17 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, നമുക്ക് പുത്രത്വം നൽകി, നമ്മളെ മക്കളാക്കി, നമ്മളെ അവകാശികളാക്കി, യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിലേക്ക് നമ്മളെ കൂട്ടവകാശികളാക്കിയെന്ന്. അപ്പോൾ മക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും കൊടുക്കാൻ. കാരണം നമ്മൾ അത്രയും തരംതാണ ജീവിതത്തിലാണ് ജീവിച്ചിരുന്നത്. ഏതൊരു വ്യക്തി യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവനെ പ്രാപിപ്പാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. എത്ര വലിയ പാപിയായിരുന്നാലും, ഏതെല്ലാം ദോഷകരമായ വഴികളിലൂടെ നടന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അത് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ മായ്ക്കപ്പെടും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ദിവ്യമാകുന്ന സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു. എങ്ങനെയാണ് വിളിച്ചത്? ആരായിട്ടാണ് വിളിച്ചത്? രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നും അവിടെ പറയുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണമെങ്കിൽ നമുക്ക് ദൈവിക ശക്തി വേണം. ദൈവം തന്നെയാണ് നമുക്ക് ശക്തി നൽകുന്നത്. സങ്കീർത്തനങ്ങൾ 29-ന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ദൈവത്തെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനായി മകളായി തീർന്ന ഒരു വ്യക്തിക്ക് ദൈവം തന്നെയാണ് ശക്തി കൊടുക്കുന്നത്. ആ ശക്തിയാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശാമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുകയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുക, അതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് അത് ചെയ്തിരുന്നതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 33-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു പ്രസംഗിച്ചു. ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തി ദൈവനാമത്തിനും ദൈവജനത്തിനും വളരെയധികം ഉപദ്രവം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ ഉപദ്രവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ദിവസം അവനെ തൊട്ടു. അവൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു.
ആ മനസ്സിലാക്കലിലൂടെ അവൻ പൂർണ്ണമായി യേശു ക്രിസ്തുവിൽ സറണ്ടർ ചെയ്യപ്പെട്ടു. അങ്ങനെ അവൻ കാത്തിരുന്ന് കർത്താവിങ്കിൽ നിന്ന് ശക്തി പ്രാപിച്ചു. അതാണ് ഇവിടെ പറയുന്നത്, ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇതും ദൈവസന്നിധിയിൽ ഇരുന്ന് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിനോട് അടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും ശക്തനായിത്തീരും. ആ ശക്തി ഉപയോഗിച്ച് ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കേണ്ടത് ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ യഹോവയ്ക്ക് സ്തുതി, സ്തോത്രം, ആരാധന, പുകഴ്ച. കാരണം ആരംഭ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു യഹോവ ആരെന്നുള്ളത്. യഹോവ നമ്മളെ രക്ഷിച്ച ദൈവമാണ്. അവന് നമ്മൾ മഹത്വം, അവൻ മാത്രമേ മഹത്വത്തിന് യോഗ്യനായിട്ടുള്ളൂ. വേറെ ആരും മഹത്വത്തിന് യോഗ്യരല്ല. അതുപോലെ തന്നെ നമുക്ക് യഹോവ തന്ന ശക്തി യഹോവയുടെ നാമത്തിന്റെ മഹത്വത്തിനായി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ ആർക്കും പിതാവായ ദൈവത്തെ കാണാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട, നമ്മളിൽ പകർന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ശക്തിയും കൊടുത്ത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അധികം ശക്തിയോടെ പിന്നെയും പ്രവർത്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് വീണ്ടും പാടാം. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ പാട്ട് വീണ്ടും പാടുന്നത്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. ആമേൻ.